ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റോഡ് വികസിപ്പിക്കേണ്ടതാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. എന്നാൽ ഇതിന്റെ മറവിൽ ഒരു വിദ്യാലയം അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഗൗരവമുള്ളതാണ്. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂളാണ് ഇപ്പോൾ ഈ നിലനിൽപ്പ് സംബന്ധിച്ച ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. CWRDM-ൽ അന്താരാഷ്ട്ര ജലവിഭവ സിമ്പോസിയം. ജലവിഭവ സംരക്ഷണത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നൂതന മാർഗങ്ങൾ അവലംബിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 21-ന് കോഴിക്കോട്ട് സ്വീകരണം. സമാപനം 26-ന് കടപ്പുറത്ത്. പ്രകൃതിയിൽ നിന്നെടുത്തതെല്ലാം പ്രകൃതിക്ക് തിരിച്ചു നൽകി സോമയാഗത്തിന് പരിസമാപ്തി. വാർത്തകൾ വിശദമായി. കർഷക രാജ്യമായ ഇന്ത്യയിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അതീവ നിർണായകമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സമഗ്ര ജലവിഭവ വികസന വിനിയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി CWRDM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര സിമ്പോസിയം ടെലികോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ജലവിഭവ വികസന വിനിയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കോഴിക്കോട് CWRDM-ൽ ഫെബ്രുവരി 19 മുതൽ 21 വരെ അന്താരാഷ്ട്ര സിമ്പോസിയം നടക്കുന്നത്. ജലസ്രോതസ്സുകൾ, ജലഗുണനിലവാരം, ജലവും പരിസ്ഥിതിയും, കൃഷിയും ജലവിഭവ വിനിയോഗവും, ജലവും സമൂഹവും, സമഗ്ര ജലവിഭവ വിനിയോഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം എന്നിവ അനുബന്ധ വിഷയങ്ങളാണ്. ആഗോള കാലാവസ്ഥാ വ്യതിയാനം, വർദ്ധിച്ചുവരുന്ന ജനപ്പെരുപ്പം, കൃഷിഭൂമിയിലെ ഉപയോഗം എന്നിവയെല്ലാം തന്നെ ശുദ്ധമായ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശുദ്ധവും സുരക്ഷിതവുമായ ജലത്തിന്റെ ലഭ്യതയാണ് ഇന്ന് മിക്ക ലോകരാജ്യങ്ങളും നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്ന് പരിപാടി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ജലവിഭവ സംരക്ഷണത്തിൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ നൂതനമായ മാറ്റങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അതീവ നിർണായകമാണെന്നും ശുദ്ധജല സംരക്ഷണത്തിന്റെ കാര്യത്തിലും ഈ കാര്യക്ഷമത വേണമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. യൂണിസെഫ്, കാനഡയിലെ മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റി, റൂർക്കി ഹൈഡ്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര ഭൂജല വകുപ്പ്, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, UNDP എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സിമ്പോസിയം നടക്കുന്നത്. സമഗ്ര ജലവിഭവ വിനിയോഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം എന്ന വിഷയത്തിൽ 6 ടെക്നിക്കൽ സെഷനുകളിലായി 250ഓളം പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NB നരസിംഹ പ്രസാദ് അധ്യക്ഷം വഹിച്ചു. കാരുണ്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ EJ ജെയിംസ്, IWRM ഇന്റർനാഷണൽ കൺസൾട്ടന്റ് ഡോക്ടർ ക്ലാരൻ മലോണി, സെന്റർ ഫോർ ഇൻലാൻഡ് വാട്ടേഴ്സ് കാനഡയിലെ പ്രതിനിധി ഡോക്ടർ രാജശേഖരമൂർത്തി, ഡോക്ടർ PS ഹരികുമാർ എന്നിവർ സംസാരിച്ചു. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് ഫെബ്രുവരി 21-ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. ജില്ലയിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷം 26-ന് കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിലക്കയറ്റം തടയുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക, വർഗീയതയെ ചെറുക്കുക, സോളാർ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രി രാജിവെക്കുക, അഴിമതി തടയുക തുടങ്ങിയ പ്രശ്നങ്ങളും ജാഥ ഉന്നയിക്കുന്നുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A. വിജയരാഘവൻ, EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, AK ബാലൻ, എളമരം കരീം, ബേബി ജോൺ എന്നിവർ ജാഥാംഗങ്ങളാണ്. കേരള രക്ഷാ മാർച്ചിൽ ജില്ലയിൽ കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകർ അണിചേരുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സംവാദങ്ങളും കലാപരിപാടികളും നടക്കും. സാംസ്കാരികോത്സവം 19-ന് വൈകുന്നേരം ടൗൺ ഹാളിൽ നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ചിത്രപ്രദർശനം, നാടകങ്ങൾ, ഗസൽ, നാടൻപാട്ടുകൾ, വാദ്യസംഗീതം, കാവ്യാലാപനം, കവിയരങ്ങ്, നവമാധ്യമ കൂട്ടായ്മ, നാടകപ്രവർത്തകരുടെ സംഗമം, സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ സംഗമത്തിൽ നടക്കും.
കോഴിക്കോട് ജില്ലയിൽ മുക്കം, നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി, കൊടുവള്ളി, എലത്തൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം 26-ന് ബീച്ചിൽ മാർച്ചിന് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ടി.പി. രാമകൃഷ്ണൻ, എ. പ്രദീപ് കുമാർ എം.എൽ.എ, അഡ്വക്കേറ്റ് പി. സതീദേവി എന്നിവർ പങ്കെടുത്തു. യാഗത്തിനായി പ്രകൃതിയിൽ നിന്നെടുത്തതെല്ലാം മടക്കി നൽകുക എന്ന മഹാസങ്കല്പത്തിന്റെ പൂർണ്ണതയിൽ യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയാണ് യജ്ഞശാലകളെ അഗ്നി വിഴുങ്ങിയത്. ഇതോടെ ഫെബ്രുവരി 13 മുതൽ കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാരപ്പറമ്പിൽ നടന്നുവന്ന സോമയാഗത്തിന് പരിസമാപ്തിയായി. കോഴിക്കോട് കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാരപ്പറമ്പിൽ 7 ദിവസമായി നടന്നുവന്ന സോമയാഗം സമാപിച്ചു. വൈദിക ചടങ്ങുകളുടെ പുത്തനനുഭവം സമ്മാനിച്ച സോമയാഗം യാഗശാല അഗ്നിക്ക് സമർപ്പണത്തോടെയാണ് സമാപിച്ചത്. യാഗത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ സോമാഹുതിക്ക് കഴിഞ്ഞ ദിവസം യാഗശാല സാക്ഷ്യം വഹിച്ചിരുന്നു. സോമലതയുടെ നീര് പിഴിഞ്ഞെടുത്ത സോമരസ ഹവനം ചെയ്യുന്നതാണ് സോമാഹുതി. ഹിമാലയത്തിൽ മാത്രം കാണുന്ന അപൂർവ ഔഷധ ചെടിയാണ് സോമലത. കർണാടകത്തിലെ മാത്തൂരിൽ നിന്നെത്തിയ 50 പുരോഹിതർ സോമലതയുടെ നീര്, തൈര്, നെയ്യ്, ധാന്യങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് സാമയജുർവേദ മന്ത്രോച്ചാരണങ്ങളുടെ ഹോമാഗ്നിയിൽ അർപ്പിച്ചു. സൂര്യോദയത്തിന് മുൻപും ഉദയസമയത്തും ഉച്ചയ്ക്ക് മുൻപുമായി പ്രാതസവനം, മധ്യദിവസവനം, തൃതീയ സവനം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി സോമാഹുതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് യാഗശാലയിൽ നടന്നുവന്നത്. അവഭൃത ഇഷ്ടി ആരംഭം, അവഭൃത ഗമനം, സ്നാനം, ഉദയനീയിഷ്ടി, മൈത്രാഭരണി യാഗം തുടങ്ങിയവയാണ് സമാപന ദിവസത്തെ പ്രധാന ചടങ്ങുകൾ. യാഗാരംഭം മുതൽ യജ്ഞശാലയിൽ സ്നാനമുപേക്ഷിച്ച് മൗനത്തിലിരുന്ന യജമാനനും ഭാര്യയും സ്നാനത്തിനായി പുറത്തിറങ്ങി. ഉച്ചയോടുകൂടി യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചു. യാഗത്തിനായി പ്രകൃതിയിൽ നിന്നും എടുത്തതെല്ലാം മടക്കി നൽകുക എന്നതാണ് യാഗശാലയ്ക്ക് തീയിടുന്നതുമായി ബന്ധപ്പെട്ട സങ്കല്പം. യാഗാഗ്നി സാങ്കല്പികമായി അരണിയിലേക്ക് തന്നെ ആവാഹിക്കുന്ന ചടങ്ങും തുടർന്ന് നടന്നു. യജ്ഞത്തിന് ശേഷം യാഗത്തിലെ തീ കെടാതെ യജമാനൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 2 പേരിൽ ഒരാൾ മരിക്കുന്നതുവരെയും ദിവസവും അഗ്നിഹോത്രം ചെയ്ത് ഇത് സംരക്ഷിക്കപ്പെടും. ഇവർ മരിക്കുമ്പോൾ ഈ അഗ്നിയാണ് ദഹിപ്പിക്കാനും ഉപയോഗിക്കുന്നത്. കശ്യപാശ്രമം കുലപതി ഡോക്ടർ M.R. രാജേഷിന്റെ നേതൃത്വത്തിലാണ് മലബാറിൽ ആദ്യമായി സോമയാഗം നടന്നത്. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് INL ജില്ലാ സെക്രട്ടറി KP ആലിക്കുട്ടി മാസ്റ്റർ നിരാഹാര സത്യാഗ്രഹം നടത്തി. DDE ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരത്തിന് സ്കൂൾ അധ്യാപകരും PTA അംഗങ്ങളും നേതൃത്വം നൽകി. റോഡ് വികസനത്തിന്റെ പേരു പറഞ്ഞ് 150 വർഷക്കാലം പാരമ്പര്യമുള്ള മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളടക്കം 53 വിദ്യാർത്ഥികൾ അക്ഷരം നുണയുന്ന മലാപ്പറമ്പ് സ്കൂൾ റോഡ് വികസനത്തിന്റെ സ്കൂൾ ആദായകരമല്ല എന്ന പേര് പറഞ്ഞാണ് അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുന്നത്. എന്നാൽ ഭൂമാഫിയ, ഫ്ളാറ്റ് ലോബിക്കാരെ സഹായിക്കാൻ സ്കൂൾ മാനേജറുടെ തന്ത്രമാണ് ഈ ഉത്തരവെന്നും അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നത് ഖേദകരമാണെന്ന് സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നു. ഇതിനെതിരെ നിരവധി പരാതികൾ നൽകി. എന്നാൽ വേണ്ട നടപടികൾ ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാലയം ഒന്നടങ്കം പ്രക്ഷോഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും നീങ്ങിയിരിക്കുകയാണ്. സ്കൂൾ നിലനിർത്തുന്നതിനായി INL കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KP ആലിക്കുട്ടി മാസ്റ്റർ ഒരു ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം DDE ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KP അജിത് കുമാർ, അധ്യാപക രക്ഷാവേദി സംസ്ഥാന പ്രസിഡന്റ് RK ഇരവിൻ, മെഹബൂബ കുറ്റിക്കാട്ടൂർ, M ഷർമദ് ഖാൻ, NK അസീസ്, ബഷീർ അഹമ്മദ്, ഷാജഹാൻ, ഷൈനി, മദനൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തി. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സംഭവം. സ്കൂൾ ക്ലാസ് നടക്കുന്നതിനിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെയാണ് നാട്ടുകാർ പിടികൂടിയത്. സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നത്. ഫെവിബോൺ എന്ന പശ പ്ലാസ്റ്റിക് കവറിലാക്കി കയ്യിൽ വെച്ച തിരുമിയ ശേഷം ഇത് ശ്വസിച്ചാണ് വിദ്യാർത്ഥികൾ ലഹരി കണ്ടെത്തിയിരുന്നത്. വിദ്യാർത്ഥികൾ തമ്പടിച്ചിരുന്ന പറമ്പിൽ നിന്നും ഈ ഗമ്മിന്റെ നിരവധി പാക്കറ്റുകളും ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറുകളും കണ്ടെത്തി. സംഭവം മാസങ്ങളായി സ്കൂളിൽ അരങ്ങേറുന്നുണ്ടെന്നും സ്കൂൾ അധികൃതർ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും ആരും ഇതുവരെ ഈ വഴിക്ക് വന്ന് നോക്കിയിട്ടില്ല. ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ക്ലാസ് സമയങ്ങളിൽ പോലും ആൺകുട്ടികളോടൊപ്പം ഇവിടെ എത്താറുണ്ടെന്ന് പ്രദേശവാസി ഗദീജുമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. പെൺകുട്ടികളും ഉണ്ടാവും, ആൺകുട്ടികളും ഉണ്ടാവും. അവരെന്താ ഐസ് തിന്നാണെന്നാ നമ്മൾ വിചാരിക്കല്. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് മറുപടിയും പറയും. സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ വീടും വിദ്യാർത്ഥികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒടുവിൽ പിടിക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞത്
താൻ ഇതിന്റെ ഉപയോഗം നിർത്തിയിട്ട് 1 മാസമായി എന്നാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സ്കൂൾ അധികൃതരുടെ അലംഭാവമാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബിന്റെ വസതിയോട് ചേർന്ന ആളൊഴിഞ്ഞ ഈ പറമ്പിൽ വെച്ചാണ് പരപ്പനങ്ങാടിയിലെ ഒരു പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നത്. പലതവണ സ്കൂൾ അധികാരികളിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ നടപടിയുമായി രംഗത്തെത്തിയത്. ക്യാമറമാൻ സന്ദീപിനൊപ്പം നിഖിലീശ്വർ. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. BJPക്കും കോൺഗ്രസിനുമെതിരായ ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയിൽ വരും. അതിനായി ഇടതുപക്ഷം ശക്തിയാർജിച്ച് വരേണ്ടത് ആവശ്യമാണെന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ശശീന്ദ്രൻ. കേരള NGO യൂണിയൻ സിറ്റി ഏരിയ 51ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO യൂണിയൻ സിറ്റി ഏരിയ 51ാം വാർഷിക സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJPക്കും കോൺഗ്രസിനും എതിരായ ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയിൽ വരും. അതിനായി ശരിയായ ചിന്തയും ദിശയും സ്വീകരിച്ച് ഇടതുപക്ഷം ശക്തിയാർജിച്ച് വരേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ബാലാജി, സിറ്റി ഏരിയ സെക്രട്ടറി PC. ഷജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കോർപ്പറേറ്റുകളുടെ താൽപര്യത്തിനു വേണ്ടി മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ്. കോഴിക്കോടിന്റെ യഥാർത്ഥ വികസനത്തിന് എന്ന സന്ദേശമുയർത്തി SDPI ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമേരി നയിക്കുന്ന ജനപക്ഷ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റ് അനക്സ് കോഴിക്കോട് സ്ഥാപിക്കുക, ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കുക, സുപ്രീം കോടതിയുടെ ദക്ഷിണേന്ത്യൻ ബെഞ്ച് അനുവദിക്കുക, ചാലിയം നിർദ്ദേശ് പദ്ധതി ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക, മാവൂർ ഗ്രാസിം ഭൂമി വികസനത്തിന് ഉപയോഗിക്കുക, കോംട്രസ്റ്റ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുക, കനോലി കനാൽ ജലഗതാഗതത്തിന് ഉപയോഗപ്പെടുത്തുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക, കിനാലൂർ എസ്റ്റേറ്റിൽ സമഗ്ര വ്യവസായ സംരംഭങ്ങൾ അനുവദിക്കുക, ഞെളിയൻപറമ്പ് നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SDPI കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമേരി നയിക്കുന്ന ജനപക്ഷയാത്ര ജില്ലയിൽ പര്യടനം നടത്തുന്നത്. SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ് ജാഥ ക്യാപ്റ്റൻ മുസ്തഫ കൊമേരിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ്. കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. കോഴിക്കോട് MP MK രാഘവന്റെ വികസന യാത്രയിലെ തട്ടിപ്പുകളും ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയവും BJPയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും യാത്രയിൽ തുറന്നു കാട്ടുന്നതാണെന്ന് ജാഥ ക്യാപ്റ്റൻ മുസ്തഫ കൊമേരി ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു. എന്നാൽ 1957 മുതൽ കോഴിക്കോടിന്റെ യഥാർത്ഥ വികസനം എന്താണ്, എവിടെയാണ് വികസനം നടന്നത് എന്ന് കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനപക്ഷയാത്ര സംഘടിപ്പിക്കുന്നത്. ജാഥ അംഗങ്ങളായ MT അബു ഹാജി, PT കരുണാകരൻ വൈദ്യർ, നജീബ് അത്തോളി, VM നാസർ, സലീം കാരാടി, ഫിർഷാദ് കമ്പിളിപ്പറമ്പ്, PT സലാം മാസ്റ്റർ, PP നൌഷീർ, KM റൌഫ്, VA മജീദ്, PV അൻവർ എന്നിവർ നേതൃത്വം നൽകി.
കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ചക്കുംകടലിൽ നിന്നും ആരംഭിച്ച യാത്ര 24-ന് കൊടുവള്ളിയിലാണ് സമാപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന മഹാമഹങ്ങളാണ് കോഴിക്കോട്ട് നടക്കുന്നതെന്ന് എ പ്രദീപ് കുമാർ MLA. വികസന കാര്യത്തിൽ കോഴിക്കോടിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർത്തും അവഗണിച്ചെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. കോഴിക്കോട് DC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓതി പാലത്തിന് സംഭവിച്ചത്, അതേപോലെ നമ്മുടെ ഇവിടെ അരയെടുത്ത് പാലത്തിന് സംഭവിച്ചത്, ആകാശത്ത് പാലം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ വർഷങ്ങളായി കിടക്കുന്ന 15 കൊല്ലത്തോളായി അതേ അവസ്ഥ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. PWDയുടെ പുതിയ നോംസ് തന്നെ പറയുന്നുണ്ട്, ഈ അപ്രോച്ച് റോഡിന്റെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ പാലങ്ങളുടെയും മറ്റും കൺസ്ട്രക്ഷനിലേക്ക് പോകാവൂ. അത് ലംഘിച്ചുകൊണ്ട് ഇതിപ്പോൾ ചെയ്യുന്നത് എന്തിനാച്ചാൽ ഇതും ഇലക്ഷനിലാക്കിയിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. അതെല്ലാം അപ്രോച്ച് റോഡിന് ഭൂമിയെടുത്ത് പദ്ധതി പൂർത്തിയാക്കേണ്ടത് തന്നെയാണ്. അത് നമ്മൾ ആലോചിച്ചിട്ടില്ല. മറ്റൊന്നുള്ളത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവഗണന ഈ ഗവൺമെന്റിന്റെ കാര്യത്തിലാണ്. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ കോഴിക്കോട് പ്രവർത്തക കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി PN സിനുലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രവർത്തക കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി PN സിനുലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നീരയുടെ പേര് പറഞ്ഞ് കള്ളിച്ചെത്ത് വ്യവസായത്തെ തകർക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിനെതിരെ തൊഴിലാളികൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര നിയന്ത്രിച്ചാലും ഒരു വിഭാഗം എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും ഒരു വിഭാഗം എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ശമ്പളത്തിന് പുറത്ത് കാശ് കിട്ടും. അതിനുവേണ്ടി കോൺട്രാക്ടർമാരുമായി സഹകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കൃത്രിമം നടത്താൻ അവർ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലേക്ക് വരെ കാര്യങ്ങൾ ചെയ്യും. ഫെഡറേഷൻ മെമ്പർ T ചാത്തു, PK അശോകൻ, MA ഷാജി, PA ചന്ദ്രശേഖരൻ, MV മംഗളാനന്ദൻ എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. കള്ളിച്ചെത്ത് വ്യവസായ ക്ഷേമനിധി ബോർഡിൽ നിന്ന് 100 കോടി രൂപ ബോർഡ് ചർച്ച ചെയ്യാതെ എക്സിക്യൂട്ടീവ് അധികാരികൾ വാങ്ങിയതിൽ പ്രതിഷേധിച്ച് എല്ലാ റേഞ്ചിലും പ്രതിഷേധ പ്രകടനം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരിഹരിക്കപ്പെടാതെ പോയ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൊയിലാണ്ടിയിൽ നടത്താനിരുന്ന പരാതി പരിഹാര അദാലത്ത് മാറ്റിവെച്ചത് ഒട്ടേറെ പേരെ ദുരിതത്തിലാക്കി. ഇത് പ്രതിഷേധത്തിനും കാരണമായി. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചൊവ്വാഴ്ച കൊയിലാണ്ടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദാലത്ത് നടത്തുമെന്നറിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഇത് സംബന്ധിച്ച് കലക്ടറേറ്റിൽ നിന്നും താലൂക്ക് ഓഫീസുകളിലേക്കും മറ്റും അറിയിപ്പ് അയച്ചിരുന്നു. ഇത് പ്രകാരം അദാലത്തിന് വേണ്ടിയുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. അദാലത്തിനായി കൊയിലാണ്ടിയിൽ ഒരു ഓഡിറ്റോറിയം സജ്ജമാക്കിയിരുന്നു. എന്നാൽ അദാലത്ത് മാറ്റിവെച്ച വിവരം ശനിയാഴ്ചയാണ് അറിഞ്ഞത്. മാറ്റിയ വിവരം അറിയാതെ രോഗികൾ, വികലാംഗർ അടക്കമുള്ള വിവിധ അപേക്ഷകർ താലൂക്ക് ഓഫീസിലെത്തി. അദാലത്ത് മാറ്റിവെച്ച വിവരം താലൂക്ക് അധികൃതർ താഴെത്തട്ടിലുള്ള 36 വില്ലേജ് ഓഫീസിലും അറിയിച്ചതായി തഹസിൽദാർ പറഞ്ഞു. റവന്യൂ വകുപ്പിൽപ്പെട്ട 1-2 പേർ മാത്രമാണ് അദാലത്തിനെത്തിയിരുന്നത്. എന്നാൽ ആരോഗ്യം, വനം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട അപേക്ഷകരാണ് അദാലത്ത് മാറ്റിയ വിവരം അറിയാതെ എത്തിയത്. ഇവരാണ് പ്രതിഷേധവുമായി എത്തിയത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കോൺവെൻഷൻ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. കേരള സർക്കാർ കൊണ്ടുവന്ന കരട് ബില്ല് കൺവെൻഷനിൽ ചർച്ച ചെയ്തു. MLM എന്നത് വലിയൊരു വ്യവസായമാണെന്നും ഇതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് അവസാനിപ്പിക്കേണ്ടതെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പരിപാടിയിൽ MMEU ജില്ലാ വൈസ് പ്രസിഡന്റ് രവി പനങ്ങാട് അധ്യക്ഷത വഹിച്ചു. MMEU സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശ് പുല്ലൂരാൻ, ജിഷ ജോൺസൺ, MMEU ജില്ലാ ജനറൽ സെക്രട്ടറി NV ബാലൻ, സുരേഷ് പാലത്ത്, സുരേഷ് കുറുപ്പ്, ശ്രീജിത്ത്, ഷൈജു ചീക്കിലോട്ട്, പ്രമോദ് പട്ടാമ്പി, ബാലൻ, MS ഉസൈൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്.
വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി അണേല റോഡിന്റെ പണികൾ കാര്യക്ഷമമായി നടക്കാത്തതിനെതിരെ നാട്ടുകാരിൽ നിന്നും വ്യാപക പ്രതിഷേധമുയരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലത്ത് റോഡടച്ചതും വിനയായിരിക്കുകയാണ്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം തന്നെ റോഡിന്റെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കൊയിലാണ്ടി നഗരസഭാധ്യക്ഷ കെ ശാന്ത പറഞ്ഞു. കൊയിലാണ്ടി അണേല റോഡ് പണി ഇഴയുന്നതിൽ നാട്ടുകാരിൽ നിന്നും വ്യാപകമായി പ്രതിഷേധമുയരുന്നു. 8 മാസമായി റോഡ് പണി തുടങ്ങിയിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയായില്ലെന്നു മാത്രമല്ല, പരീക്ഷാകാലത്ത് റോഡടച്ചത് വിനയാകുന്നു. റോഡ് പണി അടിയന്തരമായി തീർക്കണമെന്നാവശ്യപ്പെട്ട് 2 പ്രാവശ്യം പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർ കരാറുകാർക്ക് കത്തയച്ചതാണ്. എന്നാൽ സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നില്ലെന്ന ന്യായം പറഞ്ഞാണ് റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നത്. 2.25 കോടി രൂപയാണ് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി സർക്കാർ അനുവദിച്ചത്. 3.5 കിലോമീറ്ററാണ് റോഡ് നന്നാക്കുന്നത്. 4 മീറ്റർ വീതിയിൽ റോഡ് ടാർ ചെയ്യും. വിവിധ ഭാഗങ്ങളിൽ 1.25 കിലോമീറ്ററോളം റോഡ് ഉയർത്തുന്നുണ്ട്. മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറുന്നത് തടയാനാണ് റോഡ് ഉയർത്തുന്നത്. ഉയർത്തിയ ഭാഗങ്ങളിൽ ആധുനിക സംവിധാനം ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യും. 5 കലുങ്കുകൾ ഇതിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്നുണ്ട്. ഓവുചാലുകളും വിവിധ ഇടങ്ങളിലായി നിർമ്മിക്കും. മുത്താമ്പി റോഡിന്റെ ഒരു ഭാഗവും ഇതോടൊപ്പം നന്നാക്കുന്നുണ്ട്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം തന്നെ റോഡിലെ പണി നടത്തണമെന്ന് കൊയിലാണ്ടി നഗരസഭാധ്യക്ഷ കെ ശാന്ത ആവശ്യപ്പെട്ടു. റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. റോഡ് അടച്ചതു കാരണം ബസ് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുമൂലം വിദ്യാർത്ഥികളും മറ്റും ഏറെ കഷ്ടപ്പെടുന്നു. പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ 104ാമത് ശിവരാത്രി ഉത്സവം 20-ന് കൊടിയേറും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ഇത്തവണ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടക്കുക. വിശേഷാൽ പൂജകളും എഴുന്നള്ളിപ്പ്, ഭജനകൾ, അന്നദാനം, കലാപരിപാടികൾ, കരിമരുന്ന് പ്രയോഗം എന്നിവയും ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിന്റെ പ്രത്യേകതകളാണ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് ഈ മാസം 20-ന് തുടക്കം കുറിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20-ന് രാത്രി 8:15-ന് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെയും പി പീതാംബരൻ ശാന്തിയുടെയും ഷിബു ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറും. 21-ന് വൈകിട്ട് 6-ന് പി ബാബുരാജ് ആൻഡ് പാർട്ടിയുടെ ഭജന, 22-ന് വൈകിട്ട് 6-ന് സംഗീത് ഓർക്കസ്ട്രയുടെ സൂപ്പർഹിറ്റ് ഗാനമേള, 23-ന് രാത്രി 8:30-ന് കാരപ്പറമ്പ് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, നയൻ ഷാ നയിക്കുന്ന എവർഗ്രീൻ ഓർക്കസ്ട്രയുടെ ഗാനമേള, 24-ന് വൈകിട്ട് 6-ന് ചാലപ്പുറം സത്യസായി സേവാ സമിതിയുടെ ഭജന എന്നിവയും, തിരുവനന്തപുരം അശ്വതി ഭദ്ര അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം മഹാകവി കുമാരനാശാൻ, 25-ന് രാത്രി 8:30-ന് പെരച്ചനങ്ങാടി പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, അജയ് കല്ലായിയുടെ മെഗാ ഷോ, 26-ന് വൈകിട്ട് 4-ന് പാണക്കുട കൈമാറ്റം, നാദസ്വര കച്ചേരിയോടെ കൂടിയ തെപ്പോത്സവം, പകൽപുരം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. 27-ന് ശിവരാത്രി നാളിൽ രാത്രി 9-ന് രാജാമണി നയിക്കുന്ന ഇൻസ്പിറേഷൻ കോഴിക്കോടിന്റെ ഗാനമേളയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി ഐ പി പുഷ്പരാജ്, കെ ടി ജനാർദ്ദനൻ, എടക്കോത്ത് സുരേഷ് ബാബു, ട്രഷറർ എഴുത്തുപള്ളി അനിരുദ്ധൻ, പി സുന്ദർദാസ്, എം ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലയുടെ 39ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കലാപ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അരങ്ങേറ്റം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം പ്രശസ്ത സിനിമാ താരം സുധീഷ് നിർവഹിച്ചു. കലയുടെ 39ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. എല്ലാ മാസത്തിലും കലയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കായി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കലാ പ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രശസ്ത നാടക സിനിമാ നടനും നാടകരചയിതാവുമായ ടി സുധാകരന്റെ ദ്വയാംഗ നാടകം സ്റ്റേജിൽ അരങ്ങേറി. അരങ്ങേറ്റം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ പ്രമുഖ സിനിമാ താരം സുധീഷ് വിതരണം ചെയ്തു. കൌൺസിലർ രേണുകാദേവി, വിജയരാഘവൻ, കെ രാജൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. 3G മൊബൈൽ വേൾഡിന്റെ തലശ്ശേരി പേരാമ്പ്ര ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മെഗാ ഓഫറായ ദുബായ് യാത്രയ്ക്ക് കണ്ണൂർ സ്വദേശിനി ഷാമിന അർഹയായി. മാവൂർ റോഡിലെ 3G ഷോറൂമിൽ നടന്ന പരിപാടിയിൽ മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ വിതരണക്കാരായ 3G മൊബൈൽ വേൾഡിന്റെ തലശ്ശേരി പേരാമ്പ്ര ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച്
ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിരുന്ന മെഗാ ഓഫറായ ദുബായ് യാത്രയുടെ നറുക്കെടുപ്പ് കോഴിക്കോട് മാവൂർ റോഡിലെ 3G ഷോറൂമിൽ നടന്നു. മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സ്വദേശിനി ഷാമിനിക്കാണ് നറുക്കെടുപ്പിലൂടെ ദുബായ് യാത്രയ്ക്കുള്ള അവസരം ലഭിച്ചത്. നറുക്കെടുപ്പ് ചടങ്ങിൽ 3G MD AK ഷാജി, GTech MD മെറൂഫ് മണലടി, 3G മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ്, ഗുഡ്ലാൻഡ് നർഷാദ്, ഷൈജു എന്നിവർ സംബന്ധിച്ചു. ജിയോണി മൊബൈലിന്റെ ഏറ്റവും പുതിയ മോഡലായ E7ന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ നടന്നു. ജിയോണി റീജിയണൽ മാനേജർ ഷാജി ജോണി മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസലിന് ആദ്യ ഫോൺ നൽകി ലോഞ്ചിംഗ് നിർവഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മികച്ച അറബി സാഹിത്യകാരന് അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറം അലിഫ് ഏർപ്പെടുത്തുന്ന രണ്ടാമത് ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അവാർഡ് ദാന സമ്മേളനവും കേരളത്തിലെ അറബി ഗ്രന്ഥരചയിതാക്കളുടെ സംഗമവും ഫെബ്രുവരി 21 വെള്ളിയാഴ്ച മലപ്പുറത്ത് നടക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. കേരള നഗര ന്യൂനപക്ഷ കാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അവാർഡ് ദാനവും അനുമോദനവും അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. മണാശ്ശേരിയിലെ KMCT കോളേജ് ഓഫ് ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾക്കും സർഗ പ്രതിഭകൾക്കുമായി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ടെറാക്കോട്ട ശില്പശാല ആർഗിലോ ഫെബ്രുവരി 22-23 തീയതികളിൽ നടത്തും. പാരമ്പര്യ കലാകാരന്മാരും ആധുനിക ശില്പികളുമാണ് ഈ ശില്പശാല നയിക്കുന്നത്. ഫെബ്രുവരി 22 കേരള സർക്കാരിന്റെ രാജാ രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് ഇൻ വിഷ്വൽ ആർട്സ് മേധാവിയായ VKC ചിത്രഭാനു ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫൈൻ ആർട്സ് പ്രൊഫസർ വിജയഗോപാൽ പറഞ്ഞു. ഇന്ത്യൻ സിനിമയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കറിനോടുള്ള ബഹുമാനാർത്ഥം കത്താർസിസ് കൾച്ചറൽ ഫൗണ്ടേഷൻ കോയിൽ ബോലി ദുനിയ ഡോലി എന്ന സംഗീത സായാഹ്നം ഒരുക്കുന്നു. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിലാണ് ഗാനമേള സംഘടിപ്പിക്കുന്നത്. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാധിക റാവു, ഗോകുൽദാസ് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിക്കും. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ ബദലിനായി വോട്ട് ചെയ്യുക എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വാൾ ചിഹ്നത്തിൽ മത്സരിക്കാൻ CPI-ML തീരുമാനിച്ചതായി പൊളിറ്റ് ബ്യൂറോ അംഗം PJ ജെയിംസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ 8 മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കും. കണ്ണൂർ, വയനാട്, വടകര, തൃശൂർ, ചാലക്കുടി, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ മണ്ഡലങ്ങളിലാണ് പാർട്ടിയുടെ പ്രാതിനിധ്യമുണ്ടാവുക. വടകരയിൽ സഖാവ് AM സ്മിതയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ DPFന്റെ ഘടകകക്ഷികളുമായി ചേർന്നാണ് മത്സരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ 17ാമത് വാർഷിക സമ്മേളനം ഫെബ്രുവരി 22-23 തീയതികളിൽ ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ നടക്കും. കൺവെൻഷൻ പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CWRDMൽ അന്താരാഷ്ട്ര ജലവിഭവ സിമ്പോസിയം. ജലവിഭവ സംരക്ഷണത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നൂതന മാർഗങ്ങൾ അവലംബിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 21 കോഴിക്കോട്ട് സ്വീകരണം. സമാപനം 26 കടപ്പുറത്ത്. പ്രകൃതിയിൽ നിന്നെടുത്തതെല്ലാം പ്രകൃതിക്ക് തിരിച്ചു നൽകി സോമയാഗത്തിന് പരിസമാപ്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.